ഒരു പുരുഷനും ഒരു സ്ത്രീ മാത്രമേ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞത് വഴി അവൻ പാപിയും ദൈവത്തിന്റെ ശത്രുവും സാത്താന്റെ സന്തതിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. ആ സാത്താന്റെ സന്തതിയിൽ നിന്ന് അറിയപ്പെട്ടത് നമ്മളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് പള്ളിയിലച്ഛനും പറയുന്നു അവര് പാപി എന്ന് വെച്ചാൽ ഞങ്ങളും അവന്റെ മക്കളാണെന്ന്. ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ജനിക്കുന്നില്ല. അതുകൊണ്ട് ദൈവവചനം പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞവരാണ്. പ്രിയപ്പെട്ട ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഇല്ല. എല്ലാവരുടെയും അപ്പൻ ആദമായിരിക്കാലും ആദം ദൈവത്തെ തള്ളിക്കളഞ്ഞ് സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ചാലും നമ്മൾ പിശാചിന്റെ ഇഷ്ടം ചെയ്ത് മതഭക്തിയിൽ നിന്നുകൊണ്ട് തമ്മിൽ കൊന്നൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാ തമ്മിൽ കൊല്ലുന്നത്? നിങ്ങൾ ദൈവത്തിലുള്ളവനാണെങ്കിൽ നിങ്ങൾ എന്തിനു മറ്റുള്ളവരെ കൊല്ലുന്നു? പ്രിയപ്പെട്ടവരെ നോക്ക്, പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു ചെറിയ ഉപമ പറയാം. നിങ്ങൾക്ക് ഒരാൾക്ക് 10 മക്കളുണ്ടെന്നിരിക്കട്ടെ, വേണ്ട അത് ഇപ്പോഴത്തെ സംഭവം വലിയ ഹൂജ് സംഖ്യയാണ്. എന്നപ്പോൾ 5 മക്കളുണ്ടെന്നിരിക്കട്ടെ, അല്ലെ 4 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഈ 4 മക്കളും അല്ല നിങ്ങളുടെ എല്ലാ മക്കളും അപ്പനും അമ്മയോടും കൂടെ ഒന്നിച്ച് ഒരു ഊണുമേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അതൊരു സന്തോഷ ഭവനമല്ലേ? അപ്പോൾ നോക്കിയാൽ ഓരോ മക്കളും എന്താണ് എന്റെ അപ്പന്റെ പേര് പറഞ്ഞ് ഈ അപ്പന്റെ മക്കളെ തമ്മിൽ കൊന്നൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട അപ്പന് സങ്കടമാണോ സന്തോഷമാണ്? ഒരു മതത്തിനെ കൊല്ലുമ്പോൾ, ഒരു മതത്തെ നിഷേധിക്കുമ്പോൾ പ്രിയപ്പെട്ട ഏക സത്യ ദൈവം നിങ്ങളെയോട്ട് രചിക്കുന്നു, നിങ്ങളെയോട്ട് വേദനിക്കുന്നു മാത്രമല്ലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിനെ ഒരപ്പന്റെ തീൻമേശയിൽ എല്ലാ മക്കളും ഒന്നിച്ചിരുന്ന് ഒരുപോലെ ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ മേശ ഒരുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്നിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ക്രിസ്തീയ മതവിശ്വാസികളോ ഹിന്ദു മതവിശ്വാസികളോ മുസ്ലിം മതവിശ്വാസികളോ അവിടെ ഇല്ല. യേശുക്രിസ്തുവിനെ നാമത്തെ വിശ്വസിക്കുന്നവരും യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ അവിടെ പ്രവേശിക്കും.